വരുന്ന ഫെബ്രുവരി 25 മുമ്പ് ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കും എന്നായിരുന്നു കോൺഗ്രസ് പറഞ്ഞിരുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിവേഗം സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കാനുള്ള ശ്രമത്തിലായിരുന്നു കോൺഗ്രസ്. എന്നാൽ അത് പിന്നീട് മതിയെന്ന് കോൺഗ്രസ് തീരുമാനിച്ചു. ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഫെബ്രുവരി 25 മുമ്പ് കോൺഗ്രസ് പുറത്തിറക്കില്ല. പുതുയുഗ യാത്ര കഴിഞ്ഞു മതി സ്ഥാനാർത്ഥി പ്രഖ്യാപനം എന്നാണ് ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ നിലപാട്. നേരത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചാൽ ദീർഘകാലത്തേക്ക് പ്രചരണം വേണ്ടിവരും. പ്രചരണത്തിന് വൻ സാമ്പത്തിക ബാധ്യത ഉണ്ടാകുമെന്നാണ് അഭിപ്രായം. CPM-നെയോ BJP-യെയോ അപേക്ഷിച്ച് പാർട്ടിക്ക് ഫണ്ട് കുറവാണ്. സീറ്റ് നേരത്തെ പ്രഖ്യാപിച്ചാൽ സീറ്റ് കിട്ടാത്തവർ മറുകണ്ഠം ചാടാനുള്ള സാധ്യതയും നേതൃത്വം തള്ളിക്കളയുന്നില്ല. കേരള കോൺഗ്രസ് എമ്മിൽ നിന്നും ഒരു ചെറു വിഭാഗമെങ്കിലും വരുമെന്ന പ്രതീക്ഷയും കോൺഗ്രസ് വെച്ചു പുലർത്തുന്നു. പുതുയുഗ യാത്ര ഇടുക്കിയിലെത്തുമ്പോൾ RSPയുമായി ചർച്ച നടത്തും കോൺഗ്രസ്. ഇടുക്കിയിൽ വെച്ച് തന്നെ ഇടഞ്ഞു നിൽക്കുന്ന PJ ജോസഫുമായും ചർച്ച നടത്തും. അതേസമയം 3 ഘടകകക്ഷികൾ കോൺഗ്രസിനോട് ഇടഞ്ഞ് നിൽക്കുകയാണ്. ആദ്യത്തെ ഘടകകക്ഷി ദീർഘകാലം കോൺഗ്രസിന്റെ ഘടകകക്ഷിയായിരുന്ന CMP ആണ്. തിരുവനന്തപുരം സെൻട്രലാണ് CMP ആവശ്യപ്പെട്ടിരിക്കുന്നത്. തിരുവനന്തപുരം സെൻട്രലിൽ CMPയുടെ ഇപ്പോഴത്തെ പരമോന്നത നേതാവ് CP ജോണിനെ മത്സരിപ്പിക്കണം എന്നാണ് CMPയുടെ ആവശ്യം. ഫോർവേഡ് ബ്ലോക്ക് കൊല്ലം സീറ്റ് ആവശ്യപ്പെട്ടിരിക്കുന്നു. കൊല്ലം സീറ്റിൽ മത്സരിച്ചാൽ തങ്ങൾ ജയിക്കും എന്നാണ് ഫോർവേഡ് ബ്ലോക്ക് പറയുന്നത്. അവിടം ബിന്ദു കൃഷ്ണ പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ ഫോർവേഡ് ബ്ലോക്കിന് കൊല്ലം വിട്ടു നൽകാൻ കോൺഗ്രസിന് കഴിയില്ല. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് തങ്ങളുടെ സീറ്റ് തട്ടിയെടുക്കാനുള്ള കോൺഗ്രസ് ശ്രമത്തിനെതിരെ ശക്തമായ പ്രതിഷേധത്തിലാണ്. തങ്ങളുടെ ഒരൊറ്റ സീറ്റ് പോലും കോൺഗ്രസിന് വിട്ടുകൊടുക്കില്ല എന്ന് അന്തിമ തീരുമാനം എടുത്തിരിക്കുകയാണ് PJ ജോസഫ്. വേണ്ടി വന്നാൽ LDFിലേക്ക് പോകാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ് PJ ജോസഫ്. കോൺഗ്രസിന് ഏറ്റവും വലിയ തലവേദനയായിരിക്കുന്നത് RMPയാണ്. RMPI എന്നാണ് അവർ ഇപ്പോൾ അറിയപ്പെടുന്നത്. അവർ പറയുന്നത് അവർക്ക് 2 സീറ്റ് വേണമെന്നാണ്. വടകര സീറ്റ് RMPക്ക് ഉറപ്പാണ്. വടകര KK രമണനെ വീണ്ടും മത്സരിക്കും RMPക്ക് വേണ്ടി. പക്ഷേ RMP നേതാവായ N വേണുവിനും സീറ്റ് വേണം എന്നതാണ് RMPയുടെ ആവശ്യം. നാദാപുരം സീറ്റ് N വേണുവിന് നൽകണം എന്നാണ് RMP പറയുന്നത്. അല്ലെങ്കിൽ കണ്ണൂരിലുള്ള ഏതെങ്കിലും മണ്ഡലത്തിൽ സീറ്റ് നൽകണം. ഇക്കാര്യത്തിൽ RMPയും പിടിവാശി പുലർത്തുന്നു. ചുരുക്കത്തിൽ കോൺഗ്രസും ഘടകകക്ഷികളും തമ്മിൽ വടംവലി നടക്കുകയാണ്. മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിൽ വെച്ചു മാറേണ്ട സീറ്റുകളുടെ കാര്യത്തിൽ പോലും തീരുമാനമെടുക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല ഇതുവരെ. തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അഗ്നി പരീക്ഷണം തന്നെയാണ്. CPM-നും BJP-ക്കും ആവശ്യത്തിന് ഫണ്ടുണ്ട് തെരഞ്ഞെടുപ്പിൽ. പക്ഷേ കോൺഗ്രസിന് ഫണ്ട് കുറവാണ്. കഴിഞ്ഞ 10 വർഷമായി അവർ അധികാരത്തിന് പുറത്ത് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഫണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ളതാണ്. നേരത്തെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ സ്ഥാനാർത്ഥി മോഹികൾ LDFിലേക്കോ BJPയിലേക്കോ ചാടാനുള്ള സാധ്യതയും കോൺഗ്രസ് നേതാക്കൾ കാണുന്നു. കൊട്ടാരക്കരയിൽ കോൺഗ്രസിന്റെ തീപ്പൊരി നേതാവ് R രശ്മി BJPയിൽ ചേർന്നത് കോൺഗ്രസിന് ഇരുട്ടടിയായി മാറി. അവിടെ ഐഷ പോറ്റിയെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതാണ് രശ്മി BJPയിലേക്ക് പോകാനുള്ള കാരണം. എന്തായാലും കോൺഗ്രസിന്റെ സീറ്റ് ധാരണ ഇപ്പോഴൊന്നും, അല്ലെങ്കിൽ സീറ്റ് പങ്കുവയ്ക്കൽ, ഘടകകക്ഷികളുമായുള്ള സീറ്റ് പങ്കുവയ്ക്കൽ ഉടനൊന്നും നടക്കില്ല എന്ന് ഉറപ്പാണ്. RMPയൊക്കെ കടം പിടിച്ച് നിൽക്കുകയാണ്. RMPക്കാർ പറയുന്നത് കോഴിക്കോട്, നാദാപുരം അടക്കമുള്ള പല മണ്ഡലങ്ങളിലും അവർക്ക് ശക്തമായ സ്വാധീനമുണ്ട് എന്നാണ്. വടകര അവരുടെ സ്വാധീനം നിർണായകമാണ്. KK രമ കഴിഞ്ഞ തവണ വലിയ ഭൂരിപക്ഷത്തിലാണ് വടകരയിൽ നിന്ന് ജയിച്ചത്. RMPയെ പിണക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ UDFന് ഒട്ട് കഴിയത്തുമില്ല. എന്തായാലും കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന രീതിയിലാണ്
മതിരിച്ചിട്ട് കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മതിരിച്ചിട്ട് തുപ്പാനും വയ്യ എന്നുള്ള രീതിയിലാണ് കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം. കോൺഗ്രസ് ആകെ മൊത്തം അലങ്കോലമായി നിൽക്കുകയാണ്. ഫോർവേഡ് ബ്ലോക്കും RMPയും ജോസഫ് ഗ്രൂപ്പും ഒക്കെ സീറ്റുകൾ കൂടുതൽ ആവശ്യപ്പെട്ടുകൊണ്ട് നിൽക്കുന്നു. തിരുവനന്തപുരം സെൻട്രൽ ആവശ്യപ്പെട്ടുകൊണ്ട് ആന്റണി രാജു CMPയും നിൽക്കുന്നു. CP ജോണിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. എന്തായാലും ഫെബ്രുവരി 25 മുമ്പ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും എന്ന കോൺഗ്രസിൻ്റെ പ്രഖ്യാപനം വെറും പ്രഖ്യാപനമായി മാത്രം കണ്ടാൽ മതി. വട്ടിയൂർക്കാവ് പോലെയുള്ള നിയോജക മണ്ഡലങ്ങളിൽ അവർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. അവിടെയൊക്കെ ഒറ്റ സ്ഥാനാർത്ഥി മതി. പക്ഷേ പല സീറ്റുകളിലും ഒന്നിലധികം സ്ഥാനാർത്ഥി മോഹികൾ ഉണ്ട്. ഇതാണ് കോൺഗ്രസിന് തലവേദന ഉണ്ടാക്കുന്നത്. കേഡർ പാർട്ടിയുമല്ല കോൺഗ്രസ്. അതുകൊണ്ട് തന്നെ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും കോൺഗ്രസിൽ നിന്ന് കളഞ്ഞിട്ട് പോകാം. കോൺഗ്രസിൽ നിന്ന് കളഞ്ഞിട്ട് പോകുന്നവർക്കൊക്കെ വലിയ സ്ഥാനമാനങ്ങൾ CPM കൊടുത്ത ചരിത്രവും ഉണ്ട്. ഈ സാഹചര്യത്തിൽ കോൺഗ്രസ് ആകെ ചുറ്റി വരിഞ്ഞ് നിൽക്കുകയാണ്. PJ ജോസഫ് ഇടഞ്ഞു നിൽക്കുകയാണ്. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ സീറ്റുകൾ അതേപടി കിട്ടണം, ഒരൊറ്റ സീറ്റ് പോലും വിട്ടുകൊടുക്കില്ല എന്നാണ്. എന്നാൽ ജോസഫ് വിഭാഗത്തിൻ്റെ സീറ്റുകൾ 4 സീറ്റുകൾ പിടിച്ചെടുക്കാൻ കോൺഗ്രസ് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ ജോസഫ് LDFിലേക്ക് പോകും. RMPയെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോട് അവർക്ക് നല്ല ശക്തിയുണ്ട്. പല നിയോജക മണ്ഡലങ്ങളിലും അവർക്ക് വോട്ട് ബാങ്ക് ഉണ്ട്. RMPക്ക് ഒന്നിലധികം സീറ്റ് കൊടുത്തില്ലെങ്കിൽ, ഒരു സീറ്റ് കൂടി അധികം കൊടുത്തില്ലെങ്കിൽ RMPയുടെ തനി സ്വഭാവം കോൺഗ്രസ് അറിയും. CMP കുറേ കാലമായി അമർഷത്തിലാണ്. തോൽക്കുന്ന സീറ്റുകൾ മാത്രമേ CMPക്ക് കൊടുക്കാറുള്ളൂ കോൺഗ്രസ്. അതാണ് CMPയെ അമർഷത്തിലാക്കി മാറ്റിയിരിക്കുന്നത്. ഇത്തവണ തിരുവനന്തപുരം സെൻട്രൽ വേണമെന്ന കടുംപിടുത്തത്തിലാണ് CMP. അതും കോൺഗ്രസിന് തലവേദനയാണ്. കാരണം തിരുവനന്തപുരം സെൻട്രലിൽ സ്ഥാനാർത്ഥി മോഹികൾ ഒരുപാടുണ്ട്. കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് T. ശരചന്ദ്ര പ്രസാദ് തിരുവനന്തപുരം സെൻട്രലിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിന് സീറ്റില്ലാതെ വന്നു കഴിഞ്ഞാൽ അത് വലിയ വിനയായി മാറും കോൺഗ്രസിന്. മാത്രമല്ല, നേരത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചാൽ കോൺഗ്രസിൽ നിന്ന് പലരും കൊഴിഞ്ഞ് CPMലേക്ക് പോവുകയും ചെയ്യും. ഇതൊക്കെയാണ് കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. പുതുയുഗ യാത്ര സുനിൽ കനകൂലുവിൻ്റെ തന്ത്രമനുസരിച്ച് തകർക്കുകയാണ്. പുതുയുഗ യാത്ര അങ്ങനെ ഓരോ ജില്ലകളിലും വലിയ സ്വീകാര്യത ഏറ്റുവാങ്ങി മുന്നേറിക്കൊണ്ടിരിക്കുന്നു. അതിനിടയിലാണ് ഘടകകക്ഷികളുടെ സമ്മർദ്ദതന്ത്രം കോൺഗ്രസിനെ പത്മവ്യൂഹത്തിൽ ആക്കിയിരിക്കുന്നത്. സ്വന്തം പാർട്ടിയിൽ തന്നെ പാരപണിയുന്നവർ ഉണ്ടെന്ന സത്യം കോൺഗ്രസ് തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ആകെ മൊത്തം മംഗലാപ്പിലാണ്. VD സതീശൻ്റെ പുതുയുഗയാത്ര നടക്കുമ്പോൾ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് അണികളെ ആവേശഭരിതരാക്കാം എന്നാണ് കോൺഗ്രസ് പ്രതീക്ഷിച്ചത്. പക്ഷേ ആ പ്രതീക്ഷ നടക്കുമെന്ന് തോന്നുന്നില്ല. ഒന്നിൽ കൂടുതൽ സീറ്റ് ആവശ്യപ്പെട്ട് RMP ഒറ്റ സീറ്റ് പോലും വിട്ടുകൊടുക്കില്ലെന്ന കടുംപിടുത്തവുമായി ജോസഫ് ഗ്രൂപ്പ്, തിരുവനന്തപുരം ആവശ്യപ്പെട്ട് CMP, കൊല്ലം ആവശ്യപ്പെട്ട് ഫോർവേഡ് ബ്ലോക്ക്. എന്തൊക്കെ സംഭവിക്കുമെന്ന് ഇനി കാത്തിരുന്ന് കാണാം.